ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓയിലിംഗ് റുട്ടീനാണ് കേട്ടോ. ഞാൻ ആകെ 3 വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ഓയിലിംഗ് റുട്ടീൻ വീഡിയോ ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ ഓയിൽ ഉപയോഗിച്ച് സ്കാൾപ്പിൽ എങ്ങനെ പ്രോപ്പറായിട്ട് മസാജ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അത് നിർബന്ധമായിട്ടും കണ്ടതാണ്, ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം കേട്ടോ. മൂന്നാമത് നമ്മൾ കണ്ടത് മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ മാസ്ക് ആണ്. ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ 3 വീഡിയോ മാത്രമാണ് ഞാൻ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു ഡേറ്റ് ചലഞ്ച് അല്ല. നമ്മുടെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, സ്കിൻ കെയർ ചലഞ്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന പോലെ ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഹെയറിൽ മാറ്റി ഓയിലുകൾ അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ലോസ് കൂടുള്ളൂ. അപ്പോൾ നിങ്ങളാണ് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസത്തേക്കുള്ളൊരു ചലഞ്ചാണ്. അത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഹെയറല്ലേ വളരേണ്ടത്. അപ്പം നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു ആത്മാർത്ഥതയോട് കൂടി നല്ല ക്ഷമയോട് കൂടി 3 മാസം അടുപ്പിച്ച് നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പറയുന്ന പോലെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ചലഞ്ച് ഏറ്റെടുത്ത് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഈ ഓയിൽ നമ്മൾ 4 ദിവസം, ആഴ്ചയിൽ 4 ദിവസമാണ് യൂസ് ചെയ്യേണ്ടത്. അടുപ്പിച്ചുള്ള 4 ദിവസം യൂസ് ചെയ്യരുത്. ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കുക. വേണമെങ്കിൽ ഇത് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് 1 അവറിന് ശേഷം നമുക്ക് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. 1 അവറെങ്കിലും മിനിമം നമ്മുടെ സ്കാൾപ്പിൽ വെക്കാൻ ശ്രദ്ധിക്കാം. വേണമെങ്കിൽ ഓവർനൈറ്റ് അപ്ലൈ ചെയ്ത് കിടക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് അപ്ലൈ ചെയ്ത് കിടന്നിട്ട് മോർണിംഗിൽ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര തവണ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാതിരിക്കുക കേട്ടോ. ഞാൻ റിപ്ലൈ തരില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ഓയിലിംഗ് റുട്ടീൻ ചെയ്യുക. പിന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ കൂടി കാണുക. വെറുതെ കുറേ ഓയിലുകൾ മാറി യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കറക്റ്റായിട്ട് മസാജ് ചെയ്താൽ മാത്രമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കണ്ടോ, അപ്പോൾ കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അത് നിർബന്ധമാണ്. ഇഞ്ചി വേണം കേട്ടോ. ചെറിയൊരു കഷ്ണം മതി. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പുതിയ ഹെയർ വളരാനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലെ പോഴ്സൊക്കെ നല്ല മാതിരി ക്ലീൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറി ലീഫാണ്, കറിവേപ്പില വേണം. ആര്യവേപ്പിൻ്റെ ഇലയിലും കുഴപ്പമില്ല കേട്ടോ. കക്കിണ വേപ്പിൻ്റെ ഇലയില്ല, അതാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. 2 കതിര് മതി കേട്ടോ. നമ്മൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യേണ്ടത്. കോക്കനട്ട് ഓയിൽ എത്ര ആഡ് ചെയ്യുന്നോ അതിൻ്റെ പകുതി കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് 2 കതിര് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ഇതുമാതിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേണ്ട, ഇതുമാതിരി ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാണ്. കട്ടിയായിരിക്കുകയാണ്. കണ്ടോ, ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അത് ആഡ് ചെയ്യാണ്. ഓക്കെ, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് കോക്കനട്ട് ഓയിലൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ, ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് എണ്ണ ഇതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ എണ്ണയുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് വരെ നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ നല്ലപോലെ മെൽറ്റ് ചെയ്ത് ചെറുതായിട്ട് ബബിൾസൊക്കെ അതിൽ നിന്ന് വരും. അപ്പോൾ അത് വരെ 5 മിനിറ്റ്സ് വരെ ഇങ്ങനെ വെക്കാം കേട്ടോ. അതിന് ശേഷം മെൽറ്റ് ആയിട്ടുണ്ട്, കോക്കനട്ട് ഓയിലൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വീണ്ടും ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ ചൂടുണ്ട്. ഇത് സ്കാൾപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു വളരെ ചെറിയൊരു ഇളം ചൂടോട് കൂടി വേണം നമുക്ക് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒരു ഇളം ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ടീ ട്രീ ഓയിൽ 2 drops ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതാണ് ടീ ട്രീ ഓയിൽ. 100% പ്യുവർ ആയിട്ടുള്ള ടീ ട്രീ ഓയിലാണ് ഇത്. ഞാൻ ഇവിടുത്തെ സൂക്ക് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് എൻ്റെ നാട്ടിലുള്ള സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണിത്. എസെൻഷ്യൽ ഓയിലാണ്, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞൊരു എമൗണ്ട്, 2 drops കൂടുതൽ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഡാൻഡ്രഫ് പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ ഈ ടീ ട്രീ ഓയിൽ എല്ലാ ഓയിലുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലിൽ 2 drops ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫ് മാറി കിട്ടും കേട്ടോ. വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ വെറുതെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ക്യാപ്സ്യൂൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, വൈറ്റമിൻ ഇയുടെ. ഇത് ഇവിയോൻ്റെ അല്ല കേട്ടോ. ഇവിടെ UAE-യിലുള്ള സ്റ്റോറുകളിലൊന്നും ഫാർമസികളിലൊന്നും ഇവിയോൻ്റെ കിട്ടുന്നില്ല. വിറ്റ് 400 ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്യാപ്സ്യൂൾ നമുക്ക് ചൂട് കുറയുമ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂള്. കണ്ടോ? അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രിക്ക് ചെയ്തിട്ട് അതിലേക്ക് ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചൂടൊക്കെ നല്ല മാതിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇനി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ സ്കാൾപ്പിൽ പ്രോപ്പറായിട്ട് മസാജ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ഇത് മാത്രം കണ്ടാൽ പോരാ, ഓയിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, നല്ലപോലെ മസാജ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.